മക്കള് പറ. എന്റെ വീട്ടില് ഒരു സീനും ഇല്ല. നല്ല കാര്യം. പിന്നെ ഞങ്ങൾ പറഞ്ഞത് 2023 കാര്യമാണ്, അല്ലാണ്ട് ഓ 2023 കാര്യം. അപ്പൊ മോള് എത്ര ഉണ്ടായിരുന്നു? കൈക്കുഞ്ഞായിരുന്നാ? ചേട്ടൻ ചുമ്മാ മോള് പറ. ഇപ്പൊ ഈ സ്കൂൾ അടച്ചപ്പോൾ എന്താ ചിരിക്കുന്ന? ആ കൊച്ചു പറയുന്നില്ല. മോള് പറ മോളെ. കാര്യമില്ല. പിന്നെ ഇവരൊക്കെ വിചാരിക്കാൻ ഉള്ള കുട്ടിയാണോ? ആരാടാ പറഞ്ഞ കൊച്ചു ഉള്ള കുട്ടിയാണെന്ന്? അതാദ്യം ഞാൻ കൺഫേം ചെയ്യാം. കൺഫേം ചെയ്യുമോളെ, കൺഫേം ചെയ്യും. ഞാൻ 10ോ 5ാം ക്ലാസ്സിലോ പഠിക്കണ ഉള്ള പ്രാവല്ല. 10ോ 5ോ ഒന്നും അല്ല കൊച്ച്, +1. ഞാൻ +1 പഠിച്ചപ്പോ ഞാൻ എങ്ങനെയാണ് ഇരുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, മോള് പറ. ഇവളെ വീട്ടിൽ വന്നിട്ട് എന്നെ കാണാൻ പറ്റാ. വീട്ടിൽ പറഞ്ഞിട്ട് ട്യൂഷൻ വേണം. അല്ല അതത്രേ ഉള്ളൂ പോലെ. പിന്നെ വീട്ടിൽ പറഞ്ഞിട്ട് കാണാൻ പറ്റുന്നില്ലേ? പിന്നെ നിനക്ക് എന്തോ വേണോട്ടായിരുന്നു കൂടുതൽ. അത് ഞങ്ങൾക്ക് ഇങ്ങനെ ഒളിച്ചും പാത്തും ആരും പേടിച്ച് ഇങ്ങനെ നടക്കേണ്ട ഒരു ആവശ്യമില്ല. അതാണ്, എന്തിനു പേടിക്കണം? നീ ആണടാ ആൺകുട്ടി. ഇവിടെ പകുതി മുക്കാൽ കാര്യങ്ങൾ ഞാൻ തന്നെ ഇപ്പൊ നോക്കാം. അതെന്താടാ ഫുള്ള് നോക്കിയാ? നീ എന്ത് പകുതി മുക്കാലേ നോക്കത്തുള്ള? നാളെ തൊട്ട് കൊച്ചിന്റെ ഫുൾ കാര്യം നോക്കിയോളാം. ഞാൻ ആ കൊച്ചിന്റെ ഓൺലൈൻ ആംഗിളാണ്. പകുതി മുക്കാൽ വെറുതെ കമന്റ് ഇട്ട് ഇങ്ങനെ, അതും ഈ കമന്റ് ഇടുന്നത് ആരാന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. വ്യക്തമായിട്ട് അറിയാമെങ്കിൽ പിന്നെ കമന്റ് ഇടുന്ന ആൾക്കാർ പോയി സംസാരിച്ചാൽ പോലും. എന്തിനാണ് നമ്മളെ വെറുതെ ചുമ്മാ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ചൊറിച്ചിലുള്ള ആൾക്കാരാണ് ഈ കമന്റ് ഇടുന്നത്. ആർക്കടാ ചൊറിച്ചില്? പുള്ളിയുടെ കുറച്ച് വീഡിയോ ചെയ്യുന്നതിന് ഈ ചൊറിച്ചിൽ ആർക്കാണ്? അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ പ്രത്യേകിച്ച് ഇതൊന്നും. നിങ്ങൾ ഈ കമന്റ് ഇട്ടിട്ടാണ് ഞങ്ങളുടെ വീഡിയോ വൈറലായത്. എന്റെ മക്കളെല്ലാം വൈറലാവാനല്ലേ വീഡിയോ ചെയ്യുന്നത്. പിന്നെ കമന്റ് ഒക്കെ വരും, അതൊന്നും മൈൻഡ് ആക്കണ്ട. ചെറിയമാര് കമന്റ് ഇടുന്നു, ഞങ്ങൾ അത്രേ ഞങ്ങൾ മൈൻഡ് ഇട്ടുള്ളൂ, അല്ല വേറെ ഒന്നുമില്ല. അത്രേ ഉള്ളൂ മക്കളൊക്കെ. നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കുമ്പോൾ ഒരുപാട് പേർക്ക് കണ്ണുകടി ചൊറിച്ചിലെല്ലാം കാണും. അതൊന്നും മൈൻഡ് ചെയ്യണ്ട. നീ അവളെ കിഡ്നാപ്പ് ഒന്നും അല്ലല്ലോ ചെയ്തോണ്ടത്, ജസ്റ്റ് ഒന്ന് കല്യാണം കഴിച്ചു. നീയാണോ ആ കുട്ടി? കാരണം നീ നിന്റെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ നീ കല്യാണം കഴിക്കുകയാണ് ചെയ്തത്. അതിൽ നീ അഭിമാനിക്കുകയാണ് വേണ്ടത്. അവളുടെ സമ്മതപ്രകാരം നിന്റെ സമ്മതപ്രകാരം നടന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരുപാട് പേര് പലതും പറയും. നീ അതൊന്നും മൈൻഡ് ആക്കണ്ട.